ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്സിലെ കുറേയേറെ ആക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറേയേറെ ആക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ നമുക്ക് വീണ്ടും അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ആക്ടിലേക്ക് നമുക്ക് പോകാം. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990 വളരെയേറെ വാർത്താ പ്രാതിനിധ്യമുള്ള ഒരു ആക്ടുകളിൽ ഒന്നാണ്. സ്ഥിരമായി നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന നിയമമാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം കുറച്ച് PYQs നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യുവാൻ സാധിക്കുക? ചുമതലകൾ നിർവഹിക്കുവാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങൾ, ചുമതലകൾ നിർവഹിക്കുവാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ, വിമുക്ത നിർധനനാകുന്ന സാഹചര്യങ്ങളിൽ, കമ്മീഷന്റെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ. ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിൻ്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം. നമ്മുടെ ഈ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. മേൽപ്പറഞ്ഞ 3 ഉത്തരവും ശരിയാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതാരാണ്? കേന്ദ്ര സർക്കാർ, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി. അപ്പം നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞ് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പം നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, റിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലേ, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഇന്ന ടോപ്പിക്കുകളാണ് നമ്മുടെ ഈ ആക്ടിൻ്റെ ഇന്ന ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ക്ലാസ് നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ആ ടോപ്പിക്സ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയും കൂടെയാണ് നമുക്ക് ആദ്യമേ ഈ കുറച്ച് PYQs ഇങ്ങനെ കാണിച്ചു പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ വുമൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ പെറ്റീഷൻസ് ഹാവിംഗ് എ സിവിൽ നേച്ചർ സച്ച് ആസ് വയലേഷൻസ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ദ കമ്മീഷൻ. ഫണ്ട് ലിറ്റിഗേഷൻ. കമ്മീഷൻ ഷാൽ പാർട്ടിസിപ്പേറ്റ് ആൻഡ് അഡ്വൈസ് ഓൺ ദ പ്ലാനിംഗ് പ്രോസസ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് വുമൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സിവിൽ കോർട്ടിൻ്റെ അധികാരങ്ങൾ. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനാണ്, സിവിൽ കോർട്ടിൻ്റെ കുറച്ച് അധികാരങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബേസിക് ഫാക്ട്സ്, അതായത് നമ്മുടെ ലെജിസ്ലേറ്റീവ് ക്രോണോളജി അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് ടൈം ലൈൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നോർമലി ഏതൊരു നിയമവും നമ്മുടെ രാജ്യസഭ, ലോക്സഭ, പിന്നീട് പ്രസിഡന്റ്, അത് കഴിഞ്ഞ് നിയമം പ്രാബല്യത്തിൽ വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ നിയമവും നമ്മുടെ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1990 1990 മെയ് 22 പ്രസിഡന്റ് അംഗീകരിച്ച അല്ലെങ്കിൽ പ്രസിഡന്റ് അസെന്റ് നൽകിയത്, ഒപ്പിട്ടത് 1990 ഓഗസ്റ്റ് 30. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിയമം നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവും വനിതകൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ, ദേശീയ തലത്തിലുള്ള ഒരു കമ്മീഷൻ. അതായത് വനിതകളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, വനിതകൾക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ വേണ്ടി, അവർക്ക് അനുഭവിക്കേണ്ട പലതരത്തിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും തടയാൻ വേണ്ടി, അഥവാ ഇനി അങ്ങനെയുള്ള ആക്രമണങ്ങളും അതേപോലെ തന്നെ മറ്റ് ഹരാസ്മെൻറ്റുകൾ, അബ്യൂസുകൾ, അവർക്കെതിരെയുള്ള അവർക്ക് ദോഷകരമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യാനും, അതേപോലെ ഇനി എങ്ങാനും അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഡ്രസൽ മെക്കാനിസം എങ്ങനെയാണ്, ഇതെല്ലാം പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990. അപ്പോൾ ആക്ട് മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുക. ഇപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ്. പ്രൈമറി എയിം എന്ന് പറയുന്നത് അതാണ്. An act to constitute a national commission for women and to provide for matters therewith or incidental thereto. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന ഒരു നിയമമാണ്
നമ്മുടെ ഈ ഒരു നിയമം. ആക്ട് വാസ് പാസ്ഡ് ടു പ്രിവെന്റ് ദ ഇൻക്രീസിംഗ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞായിരുന്നു, ഇവർക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ആൻഡ് അറ്റാക്സ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ടു എൻഷുർ മാക്സിമം ജസ്റ്റിസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു വുമൺ. അപ്പോൾ ഇവർക്കെതിരെയുള്ള ഇങ്ങനെയുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും അബ്യൂസുകളും ഹരാസ്മെന്റ്, സെക്ഷൽ ഹരാസ്മെന്റ് ഉൾപ്പെടെയുള്ള ഹരാസ്മെന്റുകളെല്ലാം തടയുക എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിൻ്റെ പ്രതിവിധി, അതിൻ്റെ റിഡ്രസൽ മെക്കാനിസം ഉൾപ്പെടെ പറയുന്ന ഒരു നിയമമാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 പ്രിലിമിനറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രാരംഭികം അഥവാ പ്രിലിമിനറി. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഈ നിയമത്തിൻ്റെ പേര്, ഇതിൻ്റെ എക്സ്റ്റെൻഡ്, അതേപോലെ തന്നെ എപ്പോൾ നിലവിൽ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ പ്രിലിമിനറി അതിനകത്തുള്ള ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ എന്താണ്? ഷോർട്ട് ടൈറ്റിൽ മീൻസ് ഈ ഒരു നിയമത്തിന്റെ പേര്. ദ ആക്ട് മേ ബി കോൾഡ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ജൂറിസ്റ്റിക്കൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനായിരിക്കും. ഒട്ടുമിക്ക നിയമങ്ങളിലും 90% നിയമങ്ങളിലും ഇന്ത്യ മുഴുവനാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ കമൻസ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണോ കേന്ദ്ര സർക്കാർ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവോ ആ ദിവസം മുതൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതാണ്. ത്രൂ നോട്ടിഫിക്കേഷൻ വയ ഒഫീഷ്യൽ ഗസറ്റ്. അപ്പോൾ it shall come into force on such date as the central government may by notification in the official gazette appoint. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 2ലേക്ക്. സെക്ഷൻ 2 എന്ന് പറയുന്ന ഒട്ടുമിക്ക നിയമങ്ങളിലും എന്താണ്? ഡെഫിനീഷൻസ് ആണ്. അപ്പോൾ ഈ നിയമത്തിൽ ഇപ്പോൾ നമ്മുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് അല്ലേ, ഒരു കമ്മീഷൻ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ 2 സബ്സെക്ഷൻ എയിൽ പറയുന്നത് കമ്മീഷന്റെ ഡെഫിനേഷൻ ആണ്. അപ്പോൾ എന്താണ് ഒരു നാഷണൽ കമ്മീഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ which is constituted under section 3. ഇനി അടുത്ത നമ്മൾ സെക്ഷൻ 3യിലേക്ക് പഠിക്കും. സെക്ഷൻ 3 നമ്മൾ നോക്കും അടുത്ത സെക്ഷൻ. അപ്പോൾ സെക്ഷൻ 3യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിസ് നാഷണൽ കമ്മീഷൻ, ഈ ഒരു കമ്മീഷന്റെ രൂപീകരണത്തിനെ കുറിച്ചാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷന്റെ ബേസിസിൽ ഫോം ചെയ്യുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ, അതാണ് ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് മെമ്പർ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഡെഫിനേഷൻസ് മാത്രമേ ഉള്ളൂ. കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള കുറേ വേർഡ്സിൻ്റെ ഡെഫിനേഷൻസ് നോർമലി ഡെഫിനേഷൻസിൽ വരാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ കമ്മീഷൻ്റെ ഒരു മെമ്പർ. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് മെമ്പർ സെക്രട്ടറി. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. മെമ്പർ എന്ന് പറയുമ്പോൾ ചെയർപേഴ്സൺ കഴിഞ്ഞുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് മാത്രമല്ല, മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടും. മെമ്പർ സെക്രട്ടറി നോർമലി ഒരു IAS കാരാണ്. നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ, സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് നോർമലി മെമ്പർ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കൂടുതലും ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ, മെയിൻലി IAS തന്നെയാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറ്. ഇപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പ്രിസ്ക്രൈബ് എന്താണെന്ന് ഡൗട്ട് വരും. പക്ഷേ അതങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമൊന്നും അല്ല. പക്ഷേ അത് കറക്റ്റ് ആ വേർഡിൻ്റെ കറക്റ്റ് ഒരു ഡെഫിനേഷൻ പലർക്കും ഒരു ഡൗട്ട്, പല കുട്ടികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് എന്തിനാണ് അങ്ങനെ ഒരു വേർഡ്? കാരണം ആക്ടിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് ആസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞൊക്കെ നിർത്തുന്നത് നമുക്ക് കാണാം. ഈ ഒരു ആക്ടിലല്ല, ഒട്ടുമിക്ക ആക്ടിൽ ഈ പ്രിസ്ക്രൈബ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിയമത്തിൻ്റെ ബേസിസിൽ ഉണ്ടാക്കിയ റൂൾസ് പ്രകാരം, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന. മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. ഇനി ചാപ്റ്റർ 2ലേക്ക് വരാം. നമ്മുടെ വനിതകൾക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ഇപ്പോൾ സെക്ഷൻ 3 എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഈ ഒരു കമ്മീഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3. അപ്പോൾ സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാവണം, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ ഒരു കമ്മീഷൻ ഉണ്ടാവണം എന്ന് പറയുന്നു.
ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബോഡി. ആരാ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന? സംസ്ഥാന സർക്കാർ അല്ല, സെൻട്രൽ ഗവൺമെന്റ്. ഓർത്ത് വെച്ചോളുക, ഒട്ടുമിക്ക സെൻട്രൽ ലെജിസ്ലേഷൻസിലും അങ്ങനെ തന്നെയാണ് വരാറ്. സെൻട്രൽ ഗവൺമെന്റ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബോഡി ടു ബി നോൺ ആസ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ to exercise the powers conferred on and to perform the functions assigned to under this act. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം ഈ കമ്മീഷന് നൽകിയിട്ടുള്ള ചുമതലകളും കർത്തവ്യങ്ങളും നിറവേറാൻ വേണ്ടി ഒരു കമ്മീഷനെ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുക, ഈ ഒരു കാര്യമാണ് പറയുന്നത്. കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ്, ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരു കമ്മീഷൻ ആണെങ്കിൽ അതിൽ ആരുണ്ടാവും? അതിനൊരു ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും ഉണ്ടാവും. അതിനൊരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടാകും, അല്ലേ? ഇപ്പം നമ്മുടെ ചെയർപേഴ്സൺ, നമ്മുടെ ഈ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉണ്ട്, കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് വുമൺ, നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓർത്ത് വെച്ചോളുക, നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. ചെയർമാൻ അല്ല, ചെയർപേഴ്സൺ ആണ്, കാരണം സ്ത്രീ ആയിരിക്കുമല്ലോ നോർമൽ കേസിൽ. ചെയർപേഴ്സൺ കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് വുമൺ, നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സ്ഥിരമായി ഈ പറയുന്ന വ്യക്തിയുടെ, ഈ ചെയർപേഴ്സന്റെ പേര് നമ്മൾ സ്ഥിരമായി വാർത്തകളിൽ കേൾക്കുന്നതാണ്. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഭയങ്കരമായി നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ക്യാപിറ്റലായ ഡൽഹിയിലാണ്. ശരിക്കുമുള്ള നമ്മുടെ കണക്ക്, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഓരോ അരമണിക്കൂറിലും ഓരോ സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അത്രത്തോളം പ്രശ്നമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ പലപ്പോഴും നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടാറുണ്ട്. ഇപ്പോൾ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണും അതേപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ പേരൊക്കെ സ്ഥിരമായി വാർത്തകളിൽ വരുന്നതാണ്. 5 members നോമിനേറ്റഡ് ബൈ ദ, ഇപ്പോൾ നമ്മൾ ചെയർപേഴ്സണെ പറ്റി പറഞ്ഞു, ഇനി അടുത്തത് മെമ്പേഴ്സ്. 5 മെമ്പേഴ്സ്, അവരെയും നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ അല്ല, കേന്ദ്ര സർക്കാർ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന 5 പേരും കേന്ദ്ര സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യുന്നു. 5 പേരെ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: പേഴ്സൺസ് ഓഫ് എബിലിറ്റി, ഇൻറ്റിഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിങ് ഹൂ ഹാവ് ഹാഡ് എക്സ്പീരിയൻസ് ഇൻ ലോ ഓർ ലെജിസ്ലേഷൻ, ട്രേഡ് യൂണിയനിസം, മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഓർ ഓർഗനൈസേഷൻ. ഇവിടെ ഈ ഇൻഡസ്ട്രി ഓർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഈ ഇതിൽ തന്നെ പറയുന്നുള്ള കാര്യമാണ്, സ്ത്രീകളുടെ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വുമൺ അസോസിയേഷൻസ്, women voluntary organizations including women activists, administration, economic development, health, education or social welfare. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയ സമയത്തും ഈ ഒരു കാര്യം, ഈ ഒരു അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ് കണ്ടതാണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ പറയുന്ന 5 പേരിൽ ഒരാളെങ്കിലും പ്രൊവൈഡഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 member of each shall be from amongst belonging to the SC and ST respectively. അപ്പോൾ ഈ 5 പേരിൽ പ്രൊവൈഡഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും, ഈച്ച് ഫ്രം ഷാൽ ബി, ഒരാളെങ്കിലും എന്തായിരിക്കണം? SC ST കമ്മ്യൂണിറ്റിയിലുള്ള ആളായിരിക്കണം. SC ST കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 member each shall be from amongst person belonging to the SC and ST respectively. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മെമ്പർ സെക്രട്ടറിയെയും നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. എല്ലാ കമ്മീഷൻസിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. ഇപ്പം സംസ്ഥാനത്തിൻ്റെ ഒരു കമ്മീഷൻ, ഇപ്പം ഇതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അകത്തും വനിതാ കമ്മീഷനുണ്ട്, കേരള സംസ്ഥാന വനിതാ കമ്മീഷനുണ്ട്. അപ്പം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അകത്ത് അതിൻ്റെ ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും മെമ്പർ സെക്രട്ടറിയൊക്കെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇവിടുത്തെ സർക്കാരാണ്. ദാറ്റ് മീൻസ് കേരള സർക്കാരാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ദേശീയ ലെവലിൽ വരുമ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ആൾക്കാരെ എല്ലാം നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ മെമ്പർ സെക്രട്ടറിയും നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അദ്ദേഹം കേന്ദ്ര സർവീസിലുള്ളയോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അതേപോലെ തന്നെ ആൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓർ സോഷ്യോളജിക്കൽ മൂവ്മെൻറ്റ് ഓർ മെയിൻ
ഈ പറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആൻ ഓഫീസർ ഹു ഇസ് എ മെമ്പർ ഓഫ് സിവിൽ സർവീസ് ഓഫ് ദ യൂണിയൻ, ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരന് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കണം. ഓർ ഹോൾഡ്സ് എ സിവിൽ പോസ്റ്റ് അണ്ടർ ദ യൂണിയൻ വിത്ത് അപ്രോപ്രിയേറ്റ് എക്സ്പീരിയൻസ്. ഇനി ഇവരുടെ സർവീസ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവരുടെ ഓഫീസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ടേം ഓഫ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ടേം ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ്. അപ്പോൾ ഇവർക്ക് ഉള്ള കാലം ഇരിക്കാൻ പറ്റുമോ ഈ ഒരു കസേരയിൽ? ഇല്ല, അതിനൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ പറയുന്ന വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷനാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ടെനറിലൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ 3 വർഷത്തിൽ കൂടുതൽ, അതാണ് ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസിൽ 3 വർഷത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെയർപേഴ്സണും അതേപോലെ തന്നെ മെമ്പേഴ്സിനും 3 വർഷത്തിൽ കൂടുതൽ അവരുടെ പോസ്റ്റിൽ ഇരിക്കാൻ സാധിക്കുകയില്ല, ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ്. അപ്പോൾ ഇവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഓർത്ത് വെച്ചേക്കുക. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഫോർ ദ ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ്. 1992 റൂൾസിൻ്റെ ബേസിസിലാണ്, അതായത് നമ്മുടെ ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ടിൻ്റെ കീഴിൽ വന്ന റൂൾസ് ഉണ്ട്, 1992 റൂൾസ്. അപ്പോൾ ആ റൂൾസിലാണ് ഈ പറയുന്ന വയസ്സും അതേപോലെ തന്നെ 3 വർഷം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. A person who has held the post of chairperson is eligible to be reappointed as chairman. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചെയർമാനായിട്ടിരുന്ന വ്യക്തിക്ക് വീണ്ടും റീഅപ്പോയിൻമെൻറ്റ് കൊടുക്കാവുന്നതാണ്. കാരണം ഇപ്പം നിങ്ങൾ ഒരുവിധം പത്രവും കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പേര് രേഖ ശർമ്മ, പേര് ഇപ്പം അല്ല, തൊട്ട് മുന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു രേഖ ശർമ്മ. അപ്പോൾ രേഖ ശർമ്മ 2 ടേം ഇരുന്ന വ്യക്തിയാണ്. കാരണം ഒത്തിരി കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന അവരെ പറ്റിയുള്ള വാർത്ത എന്നല്ല, അവർ പല കാര്യങ്ങളിലും സജീവമായി ഇടപെടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നാൾ പല കാര്യങ്ങളിലും അവരെ പേര് വരുമായിരുന്നു പല വാർത്തകളുടെ ബേസിസിലും. അപ്പോൾ ഈ രേഖ ശർമ്മ ഇതേപോലെ 2 ടേം ഇരുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ചെയർപേഴ്സൺ 1ൽ കൂടുതൽ ടേം ഇരിക്കാൻ പറ്റും. ചെയർപേഴ്സണ് മാത്രമല്ല മെമ്പേഴ്സിനും 1ൽ കൂടുതൽ ടേം ഇരിക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറം പറ്റില്ല. നമുക്ക് നോക്കാം. എ പേഴ്സൺ ഹു ഹാസ് ഹെൽഡ് ദ പോസ്റ്റ് ഓഫ് മെമ്പർ ഈസ് എലിജിബിൾ ടു ബി റീഅപ്പോയിൻറ്റഡ് ആസ് മെമ്പർ ഓർ ചെയർപേഴ്സൺ. അപ്പോൾ പറയുന്ന 2 ആൾക്കാർക്കും ചെയർപേഴ്സണ് വീണ്ടും വേണമെങ്കിൽ ചെയർപേഴ്സണും ആകാം, അതേപോലെ തന്നെ മെമ്പറിന് വേണമെങ്കിലും വീണ്ടും മെമ്പറാകാം. വേണമെങ്കിൽ മെമ്പറാകാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ഒരു തെറ്റാണ്. അദ്ദേഹത്തിന് വീണ്ടും വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യാം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയർപേഴ്സൺ ആകാം, മെമ്പറിന് വീണ്ടും മെമ്പർ വേണമെങ്കിൽ ആകാം, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആകാം. പക്ഷേ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഇവർക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. However, the chairperson and members are not to be appointed more than twice. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് പോലെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുകയില്ല. 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ആ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അമേരിക്കൻ പ്രസിഡന്റിന് ഇതേ കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു കാര്യമില്ല. ഒരാൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും തുടരാം. പക്ഷേ അങ്ങനെ ഒരാൾ തന്നെ കണ്ടിന്യൂ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. മീൻസ് അതിനുശേഷം കൂടുതൽ കാലം ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. However, the chairperson and members are not to be appointed more than twice. The chairperson or a member. അപ്പോൾ ഇനി അടുത്ത ഇവരുടെ റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി മുമ്പാകെയല്ലേ, അല്ലെങ്കിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെയല്ലേ റെസിഗ്നേഷനും സമർപ്പിക്കേണ്ടത്? അതെ, അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയായ കേന്ദ്ര സർക്കാരിന് മുൻപേ ആകെയാണ് നമ്മുടെ ചെയർമാനും, അല്ലെങ്കിൽ ചെയർമാനല്ല ചെയർപേഴ്സണും അതേപോലെ തന്നെ മെമ്പേഴ്സും അവരുടെ രാജി സമർപ്പിക്കേണ്ടത്. ഇൻ റൈറ്റിംഗ് സമർപ്പിക്കണം. ചെയർപേഴ്സൺ ഓഫ് മെമ്പർ അതർ ദാൻ ദ മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറിക്കും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന്, അതായത് ഈ കമ്മീഷനിൽ അദ്ദേഹം ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പർ ആണെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറ്റും. ഇപ്പോൾ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ other than the member secretary who is a member of civil service of the union or of all India service or holds a civil post under the union. അതവിടെ നിൽക്കട്ടെ. A chairperson or a member may by notice in writing under his hand addressed
ടു ദ സെൻട്രൽ ഗവൺമെന്റ്. ഓർത്ത് വെച്ചോളുക, അഡ്രസ് ടു ഇന്ത്യൻ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഗവർണറോ ഒന്നുമല്ല, അഡ്രസ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി. അതുകൊണ്ട് തന്നെ റെസിഗ്നേഷൻ നൽകേണ്ടതും സെൻട്രൽ ഗവൺമെന്റിനാണ്. റിസൈൻ ഫ്രം ദ ഓഫീസ് ഓഫ് ദ ചെയർപേഴ്സൺ ഓർ ആസ് ദ കേസ് മേ ബി ഓഫ് ദ മെമ്പർ അറ്റ് എനി ടൈം. ചെയർപേഴ്സൺ ആണെങ്കിലും മെമ്പർ ആണെങ്കിലും കേന്ദ്ര സർക്കാരിനാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ ഇവരുടെ രാജിയെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇവരെ മാറ്റാൻ പറ്റത്തില്ല, ഇവരുടെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റത്തില്ലേ? കഴിയും, തീർച്ചയായും കഴിയും. ഇപ്പം പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പല കണ്ടീഷൻസ് ഉണ്ട്. ഇനി അടുത്ത ആ കണ്ടീഷൻസ് ആണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോളോയിങ് കണ്ടീഷൻസ് വരുവാണ് എങ്കിൽ, അല്ലെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻസ് സംഭവിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുവാണ് എങ്കിൽ ചെയർപേഴ്സണെയോ മെമ്പേഴ്സിനെയോ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. ആർക്ക്? കേന്ദ്ര സർക്കാരിന് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പോൾ അതിലാദ്യം ഒന്ന്, പാപ്പരാവുക, ബിക്കംസ് ഇൻസോൾവെന്റ്. അത് ഒട്ടുമിക്ക കാര്യങ്ങളിലും, ഒട്ടുമിക്ക കമ്മീഷൻസിൽ അല്ലെങ്കിൽ കമ്മിറ്റീസിൽ ചെയർപേഴ്സൺ മെമ്പേഴ്സിലും വരുന്ന ഒരു ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ഈ പറയുന്ന ഒന്നെങ്കിൽ ബിക്കംസ് ഇൻസോൾവെന്റ്, ദാറ്റ് മീൻസ് പാപ്പരാവുക. ഇനി മോറൽ ടർപ്പിറ്റ്യൂഡ്. മോറൽ ടർപ്പിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സദാചാര ലംഘനം അല്ലെങ്കിൽ സദാചാര കുറ്റം. ഇപ്പൊ സദാചാര കുറ്റം ഉൾപ്പെടുന്ന ഒരു കുറ്റത്തിന്, സദാചാര കുറ്റം ഉൾപ്പെടുന്ന ഒരു കുറ്റത്തിന് ഇതിലെ മെമ്പറോ ചെയർപേഴ്സണോ ശിക്ഷ ലഭിച്ചു അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ചെയർപേഴ്സണെയോ മെമ്പറിനെയോ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഗെറ്റ്സ് കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ് ടു ഇംപ്രിസൺമെന്റ്, അതായത് ശിക്ഷ ലഭിക്കണം കേട്ടോ, ഒരു ആരോപണം മാത്രമല്ല, ശിക്ഷ വിധിക്കണം. ഫോർ ആൻ ഒഫൻസ് വിച്ച് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻവോൾവ്സ് മോറൽ ടർപ്പിറ്റ്യൂഡ്. അതായത് സദാചാര ലംഘന കുറ്റം ഉൾപ്പെടുന്ന ഒരു കുറ്റത്തിന് ഈ ഒരു വ്യക്തിക്ക് ശിക്ഷ ലഭിക്കണം എന്ന്, അതായത് ഈ ഒരു കാര്യം സദാചാര ലംഘനം അത് ആ ഒരു ഒഫൻസിന്റെ ഭാഗമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുവാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ബിക്കംസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതായത് മെൻ്റൽ ഹെൽത്തിൽ കുഴപ്പം വരുവാണെങ്കിൽ, മെൻ്റൽ ഹെൽത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു കുഴപ്പം വന്നാൽ ആ ഒരു വ്യക്തി ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? ഇല്ല. അപ്പോൾ ബിക്കംസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അടുത്ത അൺസൗണ്ട് മൈൻഡ്. ഈ ഒരു വേർഡ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇൻസോൾവെന്റ്, മോറൽ ടർപ്പിറ്റ്യൂഡ്, ഇതൊക്കെ കോമൺ ആണ്. ഇൻസോൾവെന്റ്, മോറൽ ടർപ്പിറ്റ്യൂഡ്, അതേപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ്, ഇതെല്ലാം എല്ലാ കമ്മീഷൻസിലും എല്ലാ കമ്മിറ്റീസിലും ഒക്കെ വരുന്നതാണ്. അതിലൊക്കെയുള്ള ആൾക്കാരെ മാറ്റുന്ന പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ് ഇതെല്ലാം. ആൻഡ് സ്റ്റാൻഡ് സോ ഡിക്ലെയർഡ് ബൈ എ കോമ്പീറ്റൻറ്റ് കോർട്ട്. ഇനി റിഫ്യൂസസ് ടു ആക്ട് ഓർ ബിക്കംസ് ഇൻകേപ്പബിൾ ഓഫ് ആക്ടിങ്. അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമല്ലാണ്ടാകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ജോലികൾ, അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് അദ്ദേഹം ചെയ്യാൻ വിസമ്മതിക്കുകയോ അല്ല എങ്കിൽ അതിനുള്ള പ്രാപ്തി ഇല്ലാണ്ടാവുകയോ ഒരു സാഹചര്യം ഉണ്ടായാൽ, refuses to act or becomes incapable of acting. ഇനി is without obtaining leave. അതേപോലെ തന്നെ 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മീറ്റിംഗ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ലീവ്, അതായത് കാരണമില്ലാതെ അല്ലെങ്കിൽ അനാവശ്യമായി ലീവ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയാൽ, ഇതും കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഒട്ടുമിക്ക കാര്യങ്ങളിലും, ഒട്ടുമിക്ക ആക്ടിലും നമ്മൾ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക കമ്മീഷൻസിലൊക്കെ ഇതേ പോയിന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈസ് വിതൗട്ട് ഒബ്റ്റെയിനിങ് ലീവ് ഓഫ് ആബ്സെൻസ് ഫ്രം ദ കമ്മീഷൻ, ആബ്സെൻറ്റ് ഫ്രം 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സ് ഓഫ് ദ കമ്മീഷൻ. 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സിൽ തുടർച്ചയായി, 3 കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, അപ്പോൾ 3 തുടർച്ചയായിട്ടുള്ള മീറ്റിംഗ്സിൽ അനുമതി കൂടാതെ ആബ്സെൻ്റ് ആയാൽ ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്, കുറച്ച് വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, പക്ഷെ വലുതാണെങ്കിലും ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, അപ്പോൾ ഈ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദുർവിനിയോഗം ചെയ്തു, അതിനുശേഷം അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് ജനങ്ങൾക്ക് താല്പര്യമല്ല അല്ലെങ്കിൽ ജനഹിതത്തിന് എതിരാണ് എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ മാറ്റുവാണ് എങ്കിൽ
ആ ഒരു വ്യക്തിയുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ കേന്ദ്ര സർക്കാരിന് ആ വ്യക്തി, അതായത് ആ ചെയർപേഴ്സണെയോ അല്ലെങ്കിൽ മെമ്പറിനെയോ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ എഫിൽ പറയുന്ന കാര്യം ഇതാണ്. നമുക്കൊന്ന് ആ ഒരു വേർഡിങ്സും കൂടെ നോക്കാവേ. In the opinion of the central government has so abused the position of chairperson or member as to render that person's continuance in office detrimental to the public interest, provided that no person shall be removed under this clause. ഈ ക്ലോസിൻ്റെ കാര്യമാണ്, മൊത്തത്തിലുള്ള കാര്യമല്ല പറയുന്നത്. ഈ എഫ് എന്ന് പറയുന്ന ക്ലോസിൻ്റെ കേസാണ്. until that person has been given a reasonable opportunity. അപ്പോൾ ഇങ്ങനെ ഒരു കാരണത്താലാണ് ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗവും കൂടെ വിശദീകരിക്കാനുള്ള ഒരു അവസരവും കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് നൽകണം. until that person has been given a reasonable opportunity of being heard in the matter. ഇത് പുരുഷനാവാം സ്ത്രീ ആവാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഇതായിട്ട് പറഞ്ഞു പോവുകയാണ്. അത് പുരുഷനും ആവാം സ്ത്രീയും ആവാം. ഇപ്പോൾ ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ കമ്മീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മീഷൻസിന് അവരുടെ ഫങ്ഷൻസ് നിറവേറാൻ അല്ലെങ്കിൽ വേണ്ടുന്ന അത്രയും ഉദ്യോഗസ്ഥരെ സർക്കാരുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മുടെ ദേശീയ തലത്തിലുള്ള കേസ് ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണം. ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ പ്രൊവൈഡ് ദ കമ്മീഷൻ വിത്ത് സച്ച് ഓഫീസേഴ്സ് and employees as may be necessary for the efficient performance of the functions of this commission under this act. അപ്പോൾ ഏതൊരു കമ്മീഷൻ ആണെങ്കിലും ആ ഒരു കമ്മീഷൻ്റെ നിയമത്തിൻ്റെ ബേസിസിൽ ആ കമ്മീഷൻ്റെ എഫക്റ്റീവ് ഫങ്ഷനിങ്ങിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരെ, ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും അതാത് സർക്കാരുകൾ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യണം. സംസ്ഥാന തലത്തിലാണ് എങ്കിൽ ഇപ്പോൾ ഇതേ കാര്യം നമ്മുടെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ കേസാണെങ്കിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട അത്രത്തോളം ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാർ അപ്പോയിന്റ് ചെയ്യണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകണം എന്നാണ് നമ്മുടെ സംസ്ഥാന നിയമത്തിനകത്ത് പറയുന്നത്. ഇതേ സെയിം കണ്ടീഷൻ തന്നെയാണ് എല്ലാ കമ്മീഷൻസിലും ഇതേ കാര്യം വരുന്നുണ്ട്. ഇനി അടുത്തത് സെക്ഷൻ 6 വരുന്ന സമയത്ത് സാലറീസ് ആൻഡ് അലവൻസ് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് ഗ്രാൻറ്റുകൾ. അപ്പോൾ ഈ കമ്മീഷനുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഗ്രാൻറ്റിൻ്റെ ബേസിസിലാണ് അല്ലേ. പല കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന ഗവൺമെൻറ് ജീവനക്കാർക്ക് സാലറി വരുന്നത് നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. അതായത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും സാലറി. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുവാണെങ്കിൽ ഡയറക്റ്റ് സാലറി ആയിരിക്കും. അത് അല്ല, നിങ്ങളൊരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ, ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കമ്മീഷൻ ഇതിലൊക്കെയാണ് എങ്കിൽ സർക്കാരിൻ്റെ ഗ്രാൻറ്റ് വഴിയായിരിക്കും ഈ പറയുന്ന സ്ഥാപനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ജീവനക്കാർ തന്നെയാണ് നിങ്ങൾ, പക്ഷേ സർക്കാർ ഡയറക്റ്റ് ആയിട്ടല്ല നിങ്ങൾക്ക് സാലറി തരുന്നത്. നിങ്ങൾക്ക് സാലറി തരുന്ന യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിക്ക് ആ പൈസ ലഭിക്കുന്നത് സർക്കാരിൻ്റെ ഗ്രാൻറ്റ് വഴി. ഇപ്പം നിങ്ങൾ KCBയിലാണെന്ന് വിചാരിക്കുക. KCBയിലാണെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ KCBയുടെ ഒരു ലാഭത്തിൽ നിന്നാണ് നിങ്ങളുടെ ഈ പറയുന്ന സാലറി കാര്യങ്ങൾ വരുന്നത്. ഇപ്പം നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ സർക്കാരിൻ്റെ ഗ്രാൻറ്റും കൂടെ ചേർന്ന് വരും. അല്ല, നിങ്ങൾ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് എങ്കിൽ ഡയറക്റ്റ് സർക്കാർ ശമ്പളം വരും. അപ്പോൾ ഈ നമ്മുടെ കമ്മീഷൻസിലൊക്കെ എങ്ങനെയാണ്? ഗ്രാൻറ്റുകളിലാണ് കമ്മീഷനുകളും യൂണിവേഴ്സിറ്റീസ് അതേപോലെ തന്നെ പല ബോർഡുകൾ ഇതെല്ലാം നമ്മുടെ ഗ്രാൻറ്റുകളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. സാലറീസ് ആൻഡ് അലവൻസ് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് ഗ്രാൻറ്റ്സ്. അപ്പോൾ സാലറിയും ഈ പറയുന്ന അലവൻസുകളെല്ലാം ചെയർപേഴ്സൻ്റെയും മെമ്പേഴ്സിൻ്റെയും, അവിടെയാണല്ലോ സാലറി എന്ന് പറയുമ്പോൾ, സാലറി ആൻഡ് അലവൻസസ് ചെയർപേഴ്സൻ്റെയും മെമ്പേഴ്സിൻ്റെയും അതേപോലെ തന്നെ മറ്റ് ഭരണത്തിന് വേണ്ടി ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയുള്ള മറ്റ് ചെലവുകളെല്ലാം including salaries, allowance and pensions payable to the officers and other employees shall be paid out of the grant by the central government. കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റിൻ്റെ അകത്തു നിന്നായിരിക്കും ഈ പൈസ എത്രയും കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ഈ ചെലവുകൾക്കൊക്കെ വകമാറ്റുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്, പൈസ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ പൈസ കണ്ടെത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മീഷൻ ആണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻറ്റിൽ നിന്നാണ്. ഇനി വേക്കൻസീസ് എക്സെട്ര നോട്ട് ടു ഇൻവാലിഡേറ്റ് പ്രൊസീഡിംഗ് ഓഫ് ദ കമ്മീഷൻ. ഇത് കോമൺ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്.
ഇപ്പം ഏതെങ്കിലും ഒരു കമ്മീഷനിൽ ഒരു വേക്കൻസി ഉണ്ടായി എന്നുള്ള കാരണത്താൽ ആ കമ്മീഷൻ്റെ ഒരു തീരുമാനവും ഇൻവാലിഡ് ആകുന്നില്ല. ഇതും നമ്മൾ എല്ലാ ഒട്ടുമിക്ക ആക്ടിലും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ സെക്ഷൻ 7 പറയുന്നത് വേക്കൻസീസ് എക്സെട്ര നോട്ട് ടു ഇൻവാലിഡേറ്റ് പോയിന്റ് ഓർത്ത് വെച്ചേക്കോ പ്രൊസീഡിങ്സ് ഓഫ് ദ കമ്മീഷൻ. ഇപ്പോൾ ഒരു വ്യക്തിയില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെമ്പററി ആയിട്ടുള്ള വേക്കൻസി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു തരത്തിലും ഈ കമ്മീഷൻ്റെ ഉത്തരവ് ബാധിക്കപ്പെടില്ല, അത് ഇൻവാലിഡ് ആവില്ല. No act or proceeding of the commission shall be questioned. No act or proceeding of the commission shall be questioned or shall be invalid. Shall be questioned or shall be invalid on the ground merely of the existence of a vacancy or defect in the constitution of commission. ഇവിടുത്തെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന രൂപീകരണമാണ് കേട്ടോ. ഇപ്പോൾ ചില ആക്ടുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെയൊക്കെ കേസ് വരുന്ന സമയത്ത്, ഇപ്പോൾ പഞ്ചായത്ത് രാജ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെയൊക്കെ കേസ് വരുന്ന സമയത്ത് കോമ്പോസിഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പലത് പറയുന്നുണ്ട്. കോമ്പോസിഷന് രൂപീകരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ റൂൾസും കാര്യങ്ങളും. അപ്പോൾ അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ആക്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും കോമ്പോസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, രൂപീകരണമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രൂപീകരണം, കോമ്പോസിഷൻ. ചില ആക്ടിൽ പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് ഉണ്ട്, കോമ്പോസിഷൻ സെപ്പറേറ്റ് ഉണ്ട്. ഈ പഞ്ചായത്ത് രാജ് ആക്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ സെക്ഷൻ 8 കമ്മിറ്റീസ് ഓഫ് ദ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ഈ കമ്മീഷന് ധാരാളം കാര്യങ്ങളില്ലേ, ധാരാളം കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള പല ഫങ്ഷൻസ് കാണും. ഇപ്പം ഫോർ എക്സാമ്പിൾ നിലവിൽ സ്ത്രീകളുടെ, ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞായിരുന്നു, ഇന്ത്യയിൽ ഓരോ അരമണിക്കൂറും ഓരോ ലേഡി റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു കണക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകൾ സ്ത്രീകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ നിലവിലുള്ള സാഹചര്യവുമായി ബന്ധപ്പെടുന്ന പല കണക്കുകൾ, പല പഠനങ്ങൾ, അവർക്ക് വേണ്ട അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ കമ്മീഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ കമ്മീഷന് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കമ്മീഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും, പല കമ്മിറ്റികൾ രൂപീകരിക്കും. ചിലപ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റീസ് ആയിരിക്കും. നമ്മുടെ സർക്കാർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കമ്മിറ്റികളെ ശുപാർശ ചെയ്യുന്നില്ല. ഇപ്പോൾ ഹൈസ്പീഡ് ട്രെയിൻ, ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ വരുന്ന ഒരു സംഭവം ഹൈസ്പീഡ് ട്രെയിൻ. അപ്പോൾ ഈ ഹൈസ്പീഡ് ട്രെയിനിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളുടെ പ്രതിവിധിക്ക് വേണ്ടിയൊക്കെ കമ്മിറ്റീസ് ഫോം ചെയ്യാനുള്ള അധികാരം നമ്മുടെ കമ്മീഷനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മിറ്റീസിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8 ഓഫ് നാഷണൽ വുമൻസ് കമ്മീഷൻ ആക്ട്. സെക്ഷൻ 8 കമ്മിറ്റീസ് ഓഫ് ദ കമ്മീഷൻ. കമ്മിറ്റിയുടെ പ്രത്യേകത എന്താ? 2M 2T 2E. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബിലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വേർഡാണ് കമ്മിറ്റി. The commission may appoint such committees as may be necessary for dealing with such special issues as may be taken up by the commission from time to time. ഇനി നമ്മുടെ കമ്മീഷൻ ഷാൽ ഹാവ് ദ പവർ ടു കോ-ഓപ്റ്റ്. അതായത് ഈ കമ്മിറ്റി അംഗങ്ങളിൽ പറയാവേ, ഇതിൻ്റെ വായിക്കാം നമുക്ക്. ഈ കമ്മിറ്റി അംഗങ്ങളായി കമ്മീഷനിലെ അംഗങ്ങൾക്ക് വേണമെങ്കിൽ കമ്മീഷൻ അംഗങ്ങളെ തന്നെ കമ്മിറ്റി അംഗങ്ങളായി അപ്പോയിൻറ്റ് ചെയ്യാം. അല്ല എങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ പുറത്ത് നിന്ന്, ഇപ്പോൾ NGOസിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ കമ്മിറ്റികളിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കമ്മീഷന് ആരെ വേണമെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ അപ്പോയിൻറ്റിങ് അതോറിറ്റി എന്ന് പറയുന്നത് കമ്മീഷനാണ്. കമ്മിറ്റിയിലുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്മീഷനാണ്. Commission shall have the power to co-opt as members of any committee appointed under subsection 1 such number of person. അതേപോലെ തന്നെ എത്ര ആൾക്കാർ വേണമെന്നോ അത്ര ആൾക്കാർ. Such number of persons who are not members of the commission as it may think fit, and the persons who co-opted shall have the right to attend. അപ്പോൾ
ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ കമ്മിറ്റിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് കമ്മിറ്റിയുടെ മീറ്റിംഗ്സിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഈ കമ്മിറ്റി മീറ്റിംഗ്സിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്, പക്ഷേ അവർക്ക് വോട്ടിംഗ് അധികാരം വരുന്നില്ല. Right to attend the meetings of the committee and take part in its proceedings, but shall not have the right to vote. Important ആണ്. ഇനി the persons who co-opted shall be entitled to receive such elements. ഈ പറയുന്ന ഈ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറേ ഫങ്ഷൻസ് ചെയ്യണം. ചിലപ്പോൾ അവർക്ക് അവരുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ചിലപ്പോൾ 2-3 റിസർച്ച് അസിസ്റ്റൻറ്റിനെയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഈ പറയുന്ന വലിയ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ ഈ പറയുന്ന അതിൻ്റെ ബേസിക് കണ്ടൻറ്റ് ഈ പറയുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ ഉള്ളിലും അവരുടെ അറിവിലും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതെല്ലാം ഈ പറയുന്ന പേപ്പറിലോട്ട് മാറ്റാനും ടൈപ്പ് ചെയ്യാനും അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ അവർക്ക് ഒത്തിരി അസിസ്റ്റൻറ്റുമാരെയൊക്കെ വെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർക്കും ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് അവർക്ക് സാലറീസും അലവൻസുകളും ഉണ്ട്. The persons so co-opted shall be entitled to receive such allowance for attending the meetings of the committee as may be prescribed. അതേപോലെ തന്നെ ഈ ഓരോ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ അവർക്ക് ഇത്ര എമൗണ്ട് സാലറി അലവൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രൊസീജിയർ ടു ബി റെഗുലേറ്റഡ് ബൈ ദ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെക്ഷൻ 9 ഓർത്ത് വെച്ചോ. പ്രൊസീജിയർ ടു ബി റെഗുലേറ്റഡ് ബൈ ദ കമ്മീഷൻ. The commission or a committee shall meet as and when necessary and shall meet at such time and place as the chairperson may think fit. അപ്പോൾ ചെയർപേഴ്സണ് ഏതൊരു സ്ഥലത്ത് വെച്ച് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഒരു മീറ്റിംഗ് നടത്താം. എല്ലാ കമ്മീഷൻസിലും ഇങ്ങനെ ഒരു കാര്യം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്തിന് അകത്ത് എവിടെ വേണമെങ്കിലും, അതായത് ഇവരുടെ ഓഫീസിൽ വെച്ച് തന്നെ മീറ്റിംഗ് നടത്തണമെന്ന് യാതൊരുവിധ നിബന്ധനയോ നിയമങ്ങളോ ഇല്ല. രാജ്യത്തിനകത്ത് എവിടെ വെച്ച് വേണമെങ്കിലും ഈ മീറ്റിംഗ് നടത്താനുള്ള അധികാരം ചെയർപേഴ്സൺ ഉണ്ട്. ഏത് രാജ്യത്ത് എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും. The commission shall regulate its own procedure and procedure of the committees thereof. ഇനി അടുത്ത എല്ലാ ഉത്തരവുകളും നമ്മുടെ ഈ കമ്മീഷൻ്റെ, അതായത് ദേശീയ വനിതാ കമ്മീഷൻ്റെ എല്ലാ ഉത്തരവുകളും എല്ലാ ഓർഡേഴ്സും എല്ലാ ഡിസിഷൻസും ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് മെമ്പർ സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ പ്രമാണീകരിക്കുന്ന അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് മെമ്പർ സെക്രട്ടറിയുടെ പേരിലാണ്. എല്ലാ കമ്മീഷൻസും അങ്ങനെ തന്നെയാണ്. മെമ്പർ സെക്രട്ടറിയുടെ പേരിൽ തന്നെയാണ് എല്ലാ എഗ്രിമെൻസും വരുന്നത്. എല്ലാ എഗ്രിമെൻസും വരുന്നത്. ഓൾ ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദ കമ്മീഷൻ ഷാൽ ബി ഓതൻറ്റിക്കേറ്റഡ് ബൈ ദ മെമ്പർ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഒരു ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മീഷൻ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നാമനിർദ്ദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അധികാരം നൽകുന്ന മറ്റൊരു വ്യക്തിയുടെ പേരിൽ, അതായത് മെമ്പർ സെക്രട്ടറി അനുവദിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം റിക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ പേരിലായിരിക്കും നമ്മുടെ കമ്മീഷൻ്റെ എല്ലാ ഓർഡേഴ്സും ഡിസിഷൻസും ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതും. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോ, ഡോക്യുമെൻ്റ് ചെയ്യുന്നതും. ഇനി അടുത്ത കമ്മീഷൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്ന നിലവിലുള്ള സ്ത്രീകളുടെ സാഹചര്യങ്ങളെ പറ്റി പഠിക്കുക, നിലവിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക, ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജയിലുകൾ, മറ്റ് ഷെൽട്ടർ ഹോംസ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അവിടെയുള്ള സാഹചര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം. ഇത് മാത്രമല്ല, ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാം നോക്കാം. Functions of the commission. The commission shall perform all or any of the following functions, namely investigate and examine all matters relating to the safeguards provided for women under the constitution and other law. ശരിക്കും പറഞ്ഞാൽ എല്ലാ നിയമത്തിൻ്റെ ബേസിസിലും, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളുടെ ബേസിസിലും സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിസിലും അതേപോലെ തന്നെ
നമ്മുടെ ഈ ഒരു ആക്റ്റൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ പലപ്പോഴും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പല പ്രൊവിഷൻസ്, ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഇനി 20 റൈറ്റ് ടു ലൈഫ് 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള പല കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൻ്റെയും വയലേഷൻ കൂടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വയലേഷൻസ് തടയുക, അതേപോലെ തന്നെ പ്രസൻറ്റ് ടു ദ സെൻട്രൽ ഗവൺമെൻറ് ആനുവലി ആൻഡ് അറ്റ് സച്ച് അതർ ടൈംസ് ആസ് ദ കമ്മീഷൻ മേ ഡീം ഫിറ്റ് റിപ്പോർട്ട്സ് അപ്പോൺ ദ വർക്കിംഗ് ഓഫ് ദോസ് സേഫ് ഗാർഡ്സ്. അപ്പോൾ ഈ പറയുന്ന ഈ സേഫ് ഗാർഡ്സ്, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കണം. എല്ലാ വർഷവും കമ്മീഷൻ അവരുടെ ആനുവൽ റിപ്പോർട്ട് പാർലമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് മുൻപാകെ സമർപ്പിക്കും, കേന്ദ്ര സർക്കാർ അത് പാർലമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കും. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൽ ഈ പറയുന്ന കമ്മീഷൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഈ സ്ത്രീകൾക്ക് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുൻപാകെ നമ്മുടെ ഈ കമ്മീഷൻ വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളുടെ ബേസിസിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള റിപ്പോർട്ടും കൂടെ പാർലമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കേണ്ടതാണ്. Make in such reports recommendations for the effective implementation of those safeguards for improving the conditions of women by the union or any state. ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻസ് ഇപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി കമ്മീഷൻ്റെ ശുപാർശകളുടെ മുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ ചെയ്തത് എന്നുള്ള കാര്യവും പാർലമെൻറ്റിന് മുൻപാകെ വെക്കണം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യം ഉൾപ്പെടുന്ന റിപ്പോർട്ട് പാർലമെൻറ്റിന് മുൻപാകെയും, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെയും സമർപ്പിക്കണം. ഇനി റിവ്യൂ ഫ്രം ടൈം ടു ടൈം ദ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ലോസ് എഫക്റ്റിംഗ് വുമൺ ആൻഡ് റെക്കമെൻഡ് അമെൻമെൻറ്റ്സ് thereto so as to suggest remedial legislative measures to meet any lacunae. Lacunae means lacunae എന്ന് പറഞ്ഞാൽ കുറവ് എന്നൊക്കെയാണ് മീനിങ്, ഷോർട്ട് കമ്മിങ് കുറവ് എന്നൊക്കെ, inadequacies or shortcomings in such legislations. അപ്പോൾ ഓരോ സമയത്തും നിലവിലുള്ള പ്രൊവിഷൻസ്, ഭരണഘടനയിലുള്ള പ്രൊവിഷൻസും അതേപോലെ തന്നെ ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ള മറ്റ് നിയമങ്ങളുടെ അകത്തുള്ള പ്രൊവിഷൻസിൻ്റെ അകത്തു നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തൊക്കെ ഭേദഗതികൾ ഈ നിയമത്തിൽ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശങ്ങളും സർക്കാരിന് മുൻപാകെ സമർപ്പിക്കാനുള്ള അധികാരം നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ജോലിയും കൂടെ ആർക്കുണ്ട്, നമ്മുടെ കമ്മീഷനുണ്ട്. ഇനി ടേക്ക് അപ്പ് ദ കേസസ് ഓഫ് വയലേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓഫ് അതർ ലോസ് റിലേറ്റിംഗ് ടു വുമൺ വിത്ത് അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ്. പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള പല അതിക്രമങ്ങളും നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇരകൾക്ക് വേണ്ടി അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു കമ്മീഷനാണ് വനിതാ കമ്മീഷൻ. ഇപ്പം നമ്മുടെ പല ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഈ പറയുന്ന വിക്ടിമിന് വേണ്ടി ഒരു സൈഡിൽ നിന്ന് ഫുള്ള് ഈ പറയുന്ന കേസ് ഉൾപ്പെടെ നടത്തിയത് വനിതാ കമ്മീഷനാണ്. അങ്ങനെയുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളും നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലുണ്ട്. ഇനി ലുക്ക് ഇൻ ടു കംപ്ലയിൻറ്റ്സ് ആൻഡ് ടേക്ക് സുമോട്ടോ നോട്ടീസ് ഓഫ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡിപ്രിവേഷൻ ഓഫ് വുമൻസ് റൈറ്റ്സ്, non-implementation of laws enacted to provide protection to women and also to achieve the objective of equality and development, non-compliance of policy decisions, guidelines or instructions aimed at mitigating the hardships and ensuring welfare and providing relief to women, and take up the issues arising out of such matters with appropriate authorities. അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ ഇക്വാലിറ്റി, അവരുടെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഈ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ വരുന്ന എല്ലാ കാര്യങ്ങളും തടയുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കോൾ ഫോർ സ്പെഷ്യൽ സ്റ്റഡീസ് ഓർ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു സ്പെസിഫിക് പ്രോബ്ലംസ് ഓർ സിറ്റുവേഷൻസ് അറൈസിംഗ് ഔട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ and identify the constraints so as to recommend strategies for their removal. അപ്പോൾ
ഈ പറയുന്ന പ്രത്യേക പഠനങ്ങൾ, ഇപ്പോൾ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആ ഒരു കണക്കൊക്കെ ഇതേപോലെ പല പഠനങ്ങളുടെ ബേസിസിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പഠനങ്ങളും നടത്താൻ, പല അന്വേഷണങ്ങളും നടത്താനുള്ള അധികാരങ്ങൾ എല്ലാം നമ്മുടെ കമ്മീഷനുണ്ട്. കമ്മീഷൻ പൊതുവേ അത് പല കമ്മിറ്റീസും രൂപീകരിച്ച് ആ കമ്മിറ്റികൾക്കാണ് ഈ ചുമതലകൾ നൽകാറ്. Or situations arising out of discrimination and atrocities against women and identify the constraints so as to recommend strategies for their removal. ഇനി അടുത്തത് H. Undertake promotional and educational research so as to suggest ways of ensuring due representation of women in all spheres. ഇപ്പോൾ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള പഠനങ്ങൾ, അതിനു വേണ്ടിയുള്ള റിസർച്ചും നടത്തുക. ആൻഡ് ഐഡൻറ്റിഫൈ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇംപീഡിങ് ദിയർ അഡ്വാൻസ്മെൻറ്റ്. അതായത് പല കാര്യങ്ങളിലും ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ പല ഫീൽഡുകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം കൊണ്ടുവരുന്നത് തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ബേസിക് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബേസിക് ഇപ്പോൾ സാനിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളില്ലേ, ഹൗസിങ്, അവരുടെ ബേസിക് സർവീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ കുറവുകൾ, ആ കുറവുകളെ മനസ്സിലാക്കുക, അത് മറികടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇംപീഡിങ് ദിയർ അഡ്വാൻസ്മെന്റ് സജസ് lack of access to housing and basic services, inadequate support services and technologies for reducing drudgery and occupational health hazards and for increasing their productivity. Participate and advise on the planning process of socio-economic development of women. സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി, സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അതൊക്കെ നടത്തിയെടുക്കുക. ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ അണ്ടർ ദ യൂണിയൻ ആൻഡ് ഓഫ് എനി സ്റ്റേറ്റ്. നിലവിലുള്ള സാഹചര്യം നമ്മുടെ ഈ പറയുന്ന രാജ്യത്തിൻ്റെ അകത്തും അതേപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ അകത്തും അതേപോലെ തന്നെ മറ്റ് യൂണിയൻ ടെറിട്ടറീസിൻ്റെ അകത്തുമൊക്കെ സ്ത്രീകളുടെ നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ച പല ഇൻഡെക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം തയ്യാറാക്കുക. പറയുന്ന പല സംസ്ഥാനങ്ങൾ, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ജമ്മു കാശ്മീർ, ലഡാക്കിലൊക്കെ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇനിഷ്യേറ്റീവ്സിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ജയിൽ, റിമാൻഡ് ഹോം, ഷെൽട്ടർ ഹോം, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലെ സ്ത്രീകളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളെയൊക്കെ റെഗുലറായിട്ട് ചെന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക. സ്ത്രീകൾക്ക് വേണ്ട ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഈ സ്ഥാപനങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻസ്പെക്ട് ഓർ കോസ് ടു ബി ഇൻസ്പെക്റ്റഡ് എ ജയിൽ, റിമാൻഡ് ഹോം, വുമൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അതർ പ്ലേസ് ഓഫ് കസ്റ്റഡി where women are kept as prisoners or otherwise and take up with the concerned authorities for remedial action if found necessary. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൺസേൺഡ് അതോറിറ്റീസിനെ നിർദ്ദേശിക്കുക. ഇപ്പം മെയിനായിട്ട് ഈ പറയുന്ന ജയിലുകളൊക്കെ സന്ദർശനം സ്ഥിരമായിട്ട് ഇവരുടെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ. ജയിലുകൾ മെയിൻലി വനിതകൾക്ക് വേണ്ടിയുള്ള ജയിലുകൾ സ്ഥിരമായി വനിതാ കമ്മീഷൻ സന്ദർശിക്കാറുണ്ട്. ജയിലുകൾ, അതേപോലെ ഷെൽട്ടർ ഹോംസ്, ഇതൊക്കെ. ഫണ്ട് ലിറ്റിഗേഷൻ ഇൻവോൾവിങ് ഇഷ്യൂസ് എഫക്റ്റിംഗ് എ ലാർജ് ബോഡി ഓഫ് വുമൺ. ഇപ്പോൾ ധാരാളം സ്ത്രീകളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മുടെ പൊതു താല്പര്യ ഹർജി പോലെയുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക. ഫണ്ടിങ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുക. അപ്പോൾ അത് ഒരു വിക്ടിമാണെങ്കിലും ചെയ്തു നൽകാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ലാർജ് ബോഡി ഓഫ് വുമൺ എന്ന് മാത്രമല്ല, ഈവൻ ഒരു സ്ത്രീക്കാണെങ്കിലും ആ ഒരു ലേഡിക്ക് വേണ്ട എല്ലാവിധ നിയമസഹായങ്ങൾക്കും സഹായം വനിതാ കമ്മീഷൻ നൽകാറുണ്ട്. ഇനി മേക്ക് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ടു ദ ഗവൺമെൻറ് ഓൺ എനി മാറ്റർ പെർട്ടൈനിങ് ടു വുമൺ. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിൻ്റെ മുകളിലും പീരിയോഡിക്കൽ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് നൽകുക, മീൻസ് ഉണ്ടാക്കി ഗവൺമെൻറ്റിന് നൽകുക. ആൻഡ് ഇൻ പെർട്ടിക്കുലർ വേരിയസ് ഡിഫിക്കൽട്ടീസ് അണ്ടർ വിച്ച് വുമൺ ടോയിൽ. എനി അതർ മാറ്റർ വിച്ച് മേ ബി റിഫേർഡ് ടു ഇറ്റ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു കാര്യം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടാൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ആര്? കമ്മീഷൻ.
ഇനി the central government shall cause all the reports laid before each house of the parliament along with a memorandum explaining the action taken or proposed to be taken on the recommendations relating to the union and the reasons for non-acceptance if any of any of such recommendations. അപ്പോൾ ഈ നമ്മുടെ ഈ കമ്മീഷൻസ് പല നിർദ്ദേശങ്ങൾ സർക്കാരിന്, ഇവിടെ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് നൽകാറുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശങ്ങളുടെ മുകളിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഡിഫൈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പാർലമെന്റിന് മുൻപാകെ സമർപ്പിക്കണം. അപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നിർദ്ദേശം തള്ളിക്കളഞ്ഞ്, അതായത് ആ ഒരു നിർദ്ദേശം കൈക്കൊണ്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നതുൾപ്പെടെ ഉള്ള ഒരു റിപ്പോർട്ട് പാർലമെന്റിന് മുൻപാകെ സമർപ്പിക്കണം. അത് ആനുവൽ സബ്മിഷനാണ്. ഇനി where any such report or any part thereof relates to any matter with which any state government is concerned, the commission shall forward a copy of such report or part to such state government who shall cause it to be laid before the legislature of the state along with a memorandum explaining the action taken or proposed to be taken on the recommendations relating to the state and the reasons for the non-acceptance if any of such recommendations. വേറൊന്നുമില്ല, നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യവും പാർലമെൻറ്റിൻ്റെ കാര്യവും പറഞ്ഞു. ഇതേ കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ കേസിലും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെ വരുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ അകത്തുള്ള ജയിലുകൾ, ഇപ്പം നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ അകത്തുള്ള ജയിലുകളാണെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് അത് വരുന്നത്, അല്ലേ? നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് അത് വരുന്നത്. ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ത്രീകളുടെ ജയിലുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചുറ്റുപാട് എൻവയോൺമെൻറ്റ് മോശമാണ് എന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കാം, അപ്പോൾ ഈ സാഹചര്യം മാറ്റണം. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കണം. സംസ്ഥാന സർക്കാർ അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി ഈ പറയുന്ന ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു നിർദ്ദേശം അംഗീകരിക്കാത്തത്, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത് എന്നുള്ള കാര്യവും ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് പവേഴ്സ് ഓഫ് കമ്മീഷൻ. കമ്മീഷൻ്റെ അധികാരങ്ങളെക്കുറിച്ചാണ് ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത്. ഇപ്പോൾ കമ്മീഷൻ്റെ അധികാരത്തിനെ പറ്റി പറയുന്ന സമയത്ത് മെയിൻലി ഒരു കോടതിയുടെ അധികാരം, ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടാവും നമ്മുടെ കമ്മീഷൻ. അതായത് ഒരു സിവിൽ കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നിന്നും വേണമെങ്കിലും ഒരു വ്യക്തിയെ സമൺ ചെയ്യാനും വിളിച്ചു വരുത്താനും സത്യവാങ്മൂലത്തിന്മേൽ എവിഡൻസ് കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യാനും, അല്ല ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻ്റ് പ്രിസർവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് ഉത്തരവിടുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അധികാരങ്ങളെല്ലാം ആർക്കുണ്ട്? നമ്മുടെ കമ്മീഷനുമുണ്ട്. The commission shall, while investigating any matter having all the powers of a civil court, trying a suit and in particular in respect of the following matters, namely. അപ്പോൾ നമ്മുടെ വേറൊന്നുമല്ല, നമ്മുടെ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. സമ്മോണിങ് ആൻഡ് എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ, ഏതൊരു വ്യക്തിയെയും സമ്മൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വിളിച്ചു വരുത്തുക എന്നാണ് സമൺസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, കോടതിയിൽ നിന്ന് സമൺസ് വന്നു എന്ന്. സമൺസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കോടതിയിലേക്ക് വിളിപ്പിച്ചു, അത്രയേ ഉള്ളൂ സമൺസ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം സമൻസ് വന്നിട്ട് ഹാജരാവാതിരുന്നാൽ കോടതി വാറന്റ് ഇഷ്യൂ ചെയ്യും, അപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതി കൊണ്ടുപോകും. സമൻസ് ഒരിക്കലും പ്രശ്നക്കാരനായിട്ടുള്ള ഒരു കാര്യമല്ല. സമൻസ് ഒരു ഹിയറിങ്ങിന് വിളിക്കുന്നതായിരിക്കാം സമൻസ്, പക്ഷേ സമൻസ് കൈപ്പറ്റാതിരുന്നാൽ അതൊരു പ്രശ്നമാണ്. പിന്നീട് കോടതി വാറന്റ് മുഖേന, അതായത് പോലീസ് അറസ്റ്റ് ചെയ്യും വീട്ടിൽ വന്ന്. സമൻസ് എപ്പോഴും സമൻസൊക്കെ എന്തെങ്കിലും ഒരു സമൻസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അത് സ്വീകരിച്ച് കോടതി നിർദ്ദേശം അനുസരിച്ച് കോടതിയിൽ ഹാജരാവണം. ആ പറയുന്ന ദിവസവും സമയമൊക്കെ ഹാജരാവണം. കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അറിവ് കറക്റ്റ് ആണെങ്കിലും ഒരു 3 പ്രാവശ്യത്തോളം സമൻസ് ഒക്കെ വന്നിട്ട് ഹാജരായില്ല എങ്കിൽ കോടതിയിൽ നിന്ന് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കോടതിക്കുണ്ട്.
ഇപ്പോൾ summoning and enforcing the attendance of any person from any part of India and examining him on oath. സത്യവാങ്മൂലത്തിൻ മുകളിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എക്സാമിൻ ചെയ്യാനുള്ള ഒരു സിവിൽ കോടതിയുടെ അധികാരം കമ്മീഷനുണ്ട്. റിക്വയറിംഗ് ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെൻറ്റ്. അപ്പോൾ ഏതൊരു ഡോക്യുമെൻറ്റും കണ്ടെടുക്കാനും അത് കൊണ്ടുവരാനും ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. റിസീവിങ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്സ്. അപ്പോൾ എവിഡൻസ് കളക്ട് ചെയ്യാം, അഫിഡവിറ്റിൻ്റെ മുകളിൽ എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള അധികാരം. അതേപോലെ തന്നെ റിക്വസിഷനിങ് എനി പബ്ലിക് റെക്കോർഡ് ഓർ കോപ്പി ദെയർ ഓഫ് ഫ്രം എനി കോർട്ട് ഓർ ഓഫീസ്. ഇപ്പോൾ ഇന്ത്യയിലകത്തുള്ള ഏതൊരു കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു ഓഫീസിൽ നിന്നോ ഉള്ള ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യാൻ, ഒന്നെങ്കിൽ അത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അടുത്തത് issuing commissions for the examination of witness and documents and any other matter which may be prescribed. ഇനി ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ചാപ്റ്റർ 4ലാണ് ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനെ പറ്റി പറയുമ്പോൾ സെക്ഷൻ 11ലാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കമ്മീഷൻ എല്ലാം വർക്ക് ചെയ്യുന്നത് സർക്കാരിൻ്റെ ഗ്രാൻറ്റിൻ്റെ അകത്തു നിന്നാണ്, സർക്കാരിൻ്റെ ഗ്രാൻറ്റിൽ നിന്നാണ്. ഇപ്പം നമ്മുടെ ഇതൊരു ദേശീയ കമ്മീഷനാണ്, നാഷണൽ ലെവലിലുള്ള ഒരു കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ലെവലിലുള്ള ഈ വനിതാ കമ്മീഷന് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൻ്റെ അപ്രോക്സിമേഷൻ കഴിഞ്ഞ് വരുന്ന ആ ഒരു തുകയാണ് ഗ്രാൻറ്റായിട്ട് കമ്മീഷന് നൽകുന്നത്. അപ്പോൾ ഈ കമ്മീഷന് ലഭിക്കുന്ന ഗ്രാൻറ്റിൻ്റെ അകത്തു നിന്നാണ് ചെയർമാനും മെമ്പേഴ്സിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ ശമ്പളം നൽകുന്നത്. അതേപോലെ തന്നെ മറ്റ് ഭരണപരമായിട്ടുള്ള ചെലവുകളെല്ലാം നിറവേറുന്നതും ഇതേ ഗ്രാൻറ്റിൽ നിന്നാണ്. ഗ്രാൻറ്റ്സ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ ആഫ്റ്റർ ഡ്യൂ അപ്രോപ്രിയേഷൻ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ബൈ ലോ ഇൻ ദിസ് ബിഹാഫ് പേ ടു ദ കമ്മീഷൻ ബൈ വേ ഓഫ് ഗ്രാൻറ്റ് സച്ച് സം ഓഫ് മണി ആസ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഒരു കമ്മീഷന് ഇത്ര തുക, അവരുടെ കർത്തവ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഇത്ര തുക വേണമെന്ന്, അതായത് അത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകാരം എത്ര തുകയാണോ വേണ്ടത് ആ തുക ഗ്രാൻഡ് ആയിട്ട് കൈമാറാം. മേ തിങ്ക് ഫിറ്റ് ഫോർ ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട്. ദ കമ്മീഷൻ മേ സ്പെൻഡ് സച്ച് സംസ് ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ് ഫോർ പെർഫോമിംഗ് ദ ഫങ്ഷൻസ് അണ്ടർ ദിസ് ആക്ട് and such sums shall be treated as expenditure payable out of the grant. The commission may spend such sums as it thinks fit for performing the functions under this act and such sums shall be treated as expenditure payable out of the grants. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് ചെലവുകളെല്ലാം ഈ ഒരു പൈസയിൽ നിന്ന് തന്നെയാണ് വകയിരുത്തുന്നത്. അതിപ്പോൾ സാലറി ആണെങ്കിലും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾക്ക് വേണ്ടി വരില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ വേണ്ടിയുള്ള പൈസയും ഈ ഒരു ഗ്രാൻറ്റിൽ നിന്നാണ് ചിലവാക്കുന്നത്. ഇനി അടുത്തത് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻറ്റ്, അപ്പോൾ ചീഫ് ഓഡിറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നത് CAG ആണ്, നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ അദ്ദേഹം പറയുന്ന പ്രകാരം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം, CAGയുടെ അഭിപ്രായ പ്രകാരമാണ് ഓഡിറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓഡിറ്റ് നടത്തുകയും വേണം, അതേപോലെ തന്നെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരമാണ്, CAGയുടെ അഭിപ്രായ പ്രകാരമാണ് നടത്തേണ്ടത്. അപ്പോൾ ആനുവൽ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കമ്മീഷൻസിനും ആനുവൽ ഓഡിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷനിലും ആനുവൽ ഓഡിറ്റ് നടത്താറുണ്ട്. The commission shall maintain proper accounts and other relevant records and prepare an annual statement of accounts. ഈ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ആര് പറയുന്ന പ്രകാരമായിരിക്കണം? CAG പറയുന്ന പ്രകാരമായിരിക്കണം. In such form as may be prescribed by the central government in consultation with the Comptroller and Auditor General of India. ഇദ്ദേഹമാണ് ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോമും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകാരമാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അത് പ്രകാരമുള്ളൊരു ഫോമും അല്ലെങ്കിൽ ആ ഒരു ഫോമാറ്റിലാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ വർഷാവർഷം അല്ലെങ്കിൽ CAGയുടെ അഭിപ്രായ പ്രകാരം പ്രോപ്പർ ഇൻ്റർവെൽസിൽ ഓഡിറ്റ് നടത്തുകയും വേണം. The accounts of the commission shall be audited by the CAG at such intervals
ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ഹിം. അതായത് CAG പറയുന്ന ഇൻ്റർവെൽസിൽ, മെയിൻലി അത് വർഷാവർഷം തന്നെയാണ്, പറയുന്ന ഇൻ്റർവെൽസിൽ ഇത് ഓഡിറ്റും ചെയ്യണം. ആൻഡ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ കണക്ഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഡിറ്റിന് വേണ്ടി വരുന്ന ചെലവ് കമ്മീഷൻ CAGക്ക് നൽകണം. ഇപ്പോൾ CAG ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ CAGക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ CAG എന്ന് പറയുമ്പോൾ, എല്ലാത്തിനും കൂടെ സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പല കമ്മീഷൻസിൻ്റെ, ഇങ്ങനെയുള്ള പല ഓഡിറ്റ് റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല അക്കൗണ്ട്സുകളും ഓഡിറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ CAG ആയിരിക്കും, അല്ലെങ്കിൽ CAG ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റിന് വേണ്ടി വരുന്ന ചെലവുകൾ കമ്മീഷൻ CAGക്ക് നൽകണം. The accounts of the commission shall be audited by the CAG at such intervals as may be specified by him, and any expenditure incurred in connection with such audit shall be payable by the commission to the CAG. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ CAGക്ക് സെൻട്രൽ ഗവൺമെൻറ് അല്ല പൈസ നൽകുന്നത്, കമ്മീഷനാണ് പൈസ നൽകുന്നത്. ഈ ഗ്രാൻറ്റിൻ്റെ അകത്തു നിന്നുള്ള തുക, ആ ഒരു എമൗണ്ട് കമ്മീഷനാണ് CAGക്ക് നൽകുന്നത്. എന്തിനു വേണ്ടി? ഈ ഓഡിറ്റിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ ആയിട്ട്. ഇനി ഇപ്പോൾ CAG ആൻഡ് എനി പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ഹിം ഇൻ കണക്ഷൻ വിത്ത് ദ ഓഡിറ്റ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദ കമ്മീഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൽ ഹാവ് ദ സെയിം റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ആൻഡ് ദ അതോറിറ്റി ഇൻ കണക്ഷൻ വിത്ത് സച്ച് ഓഡിറ്റ് ആസ് ദ CAG. അതായത് ഇപ്പോൾ CAGക്ക് തന്നെ ഈ പറയുന്ന എല്ലാ ഓഡിറ്റുകളും അല്ലെങ്കിൽ എല്ലാ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഓതറൈസ് ചെയ്യും. അപ്പോൾ ഈ ഓതറൈസ് ചെയ്ത വ്യക്തിക്കും CAGയുടെ അതേ അധികാരങ്ങളുണ്ട്. ഈ CAGയുടെ അധികാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഏതൊരു ഫയല് അല്ലെങ്കിൽ ഏതൊരു ബുക്കും അദ്ദേഹത്തിന് മുൻപാകെ ഹാജരാക്കാൻ പറയാം, ഏതൊരു വൗച്ചർ വേണമെങ്കിലും ഹാജരാക്കാൻ പറയാം. ഇതൊക്കെയാണ് നമ്മുടെ CAGയുടെ അധികാരങ്ങൾ. അതെല്ലാം ഈ ഓതറൈസ് ചെയ്ത വ്യക്തിക്കും ലഭിക്കുന്നതാണ്. Authority in connection with such audit as the CAG has in connection with the audit of government accounts, and in particular shall have the right to demand the production of books, accounts, connected vouchers and other documents and papers, and to inspect any of the offices of the commission. ഈ കമ്മീഷൻ്റെ ഏതൊരു ഓഫീസ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം CAGക്കും ഉണ്ട്. അതേപോലെ തന്നെ CAG ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും ഉണ്ട്. ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ക്രമക്കേടുകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് ഓഡിറ്റിലാണ്. ഒരിക്കലും ഓഡിറ്റിൽ ടാലി ആവത്തില്ല. അപ്പോൾ എത്ര നല്ല രീതിയിൽ വെട്ടിപ്പ് നടത്തിയാലും എന്നെങ്കിലും നല്ല മിടുക്കനായിട്ടൊരു ഓഡിറ്റർ വരുന്ന സമയത്ത് ആ തിരിമറി കണ്ടെത്തിയിരിക്കും, ഉറപ്പാണ്. ദ അക്കൗണ്ട്സ് ഓഫ് ദ കമ്മീഷൻ ആസ് സർട്ടിഫൈഡ് ബൈ ദ CAG. അപ്പോൾ ഇങ്ങനെ CAGയുടെ സർട്ടിഫിക്കേഷൻ ഉള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ പറയുന്ന പാർലമെൻറ്റിന് മുൻപാകെയും അതേപോലെ തന്നെ നിയമസഭയ്ക്ക് മുൻപാകെയൊക്കെ ഹാജരാകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. The accounts of the commission as certified by the CAG or any other person appointed by him in this behalf, together with the audit report thereon, shall be forwarded annually to the central government by the commission. അപ്പോൾ നമ്മുടെ ഈ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ റിപ്പോർട്ട് നൽകുമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് നൽകുന്ന ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവണം. അതേപോലെ തന്നെ CAG സർട്ടിഫൈ ചെയ്ത അക്കൗണ്ട്സ് ആ ഒരു റിപ്പോർട്ടും ഉണ്ടായിരിക്കണം. ഇതെല്ലാമാണ് നമ്മുടെ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് കൈമാറുന്നത്. ഇനി അടുത്ത സെക്ഷൻ 13 ആനുവൽ റിപ്പോർട്ട്. The commission shall prepare in such form and at such time for each financial year as may be prescribed its annual report giving a full account of its activities during the previous financial year and forward a copy thereof to the central government. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഇയറും ഇവർ ചെയ്ത കാര്യങ്ങൾ, ഇവർ ചെയ്ത ഈ ഫുൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളെല്ലാം ഒരു ആനുവൽ റിപ്പോർട്ടായി സെൻട്രൽ ഗവൺമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കണം. ഇനി അടുത്ത 14 ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ബി ലേഡ് ബിഫോർ പാർലമെൻറ്റ്. ഇതിനെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ആനുവൽ റിപ്പോർട്ടും അതേപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടും കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് മുൻപാകെ വെക്കുന്ന ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും ഇത് ആർക്ക് മുൻപാകെ കേന്ദ്ര സർക്കാർ വെക്കണം? പാർലമെൻറ്റിന് മുൻപാകെ കേന്ദ്ര സർക്കാർ വെക്കണം. അതായത് കമ്മീഷൻ ഇത് കേന്ദ്ര സർക്കാരിന് കൊടുക്കും,
കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റ് അത് പാർലമെന്റിന് മുൻപാകെ സമർപ്പിക്കും. ദ സെൻട്രൽ ഗവൺമെന്റ് ഷെൽ കോസ് ദ ആനുവൽ റിപ്പോർട്ട് together with a memorandum of action taken on the recommendations contained therein. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ, അതും ഈ പറയുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് കൊടുക്കും. ആ കേന്ദ്ര സർക്കാർ ആ നിർദ്ദേശങ്ങളുടെ ബേസിസിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്നതുൾപ്പെടെ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. Recommendations contained therein in so far as they relate to the central government and reasons for non-acceptance. ഏതെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നും ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. If any of the such recommendations and the audit report to be laid as soon as maybe after the reports are received before each house of the parliament. പാർലമെന്റിന്റെ ഇരു സഭകൾക്ക് മുൻപാകെ ഈ പറയുന്ന ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം സമർപ്പിക്കണം കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാം ഭാഗത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത പാർട്ടിൽ കണ്ടുമുട്ടാം.